وإذا كانت الدار بعيدة عن المسجد لا يسمع فيها الأذان والإقامة فهي مشؤومة. അതുപോലെ ഒരു വീട്, ആ വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ബാങ്ക് കേൾക്കൂല, അല്ലെങ്കിൽ ഇഖാമത്ത് കേൾക്കൂല, പള്ളിയുമായി അത്രയും അകലെയാണ് വീട് നിലകൊള്ളുന്നത്. ആ വീടും ബറക്കത്തില്ലാത്ത വീടാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ചില വീടുകളുണ്ടല്ലോ, നമ്മളെ ചില വീടുകളിലേക്ക് നമ്മൾ താമസാക്കിയാൽ എന്തെന്നില്ലാത്ത ഒരു പുരോഗതി. ഈ വീട് വെച്ചതിന് ശേഷം എന്താണെന്നറിയില്ല ഉസ്താദേ, വലിയ ബർക്കത്താണ്. എത്രയോ ആളുകൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, മറിച്ചും കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ചില ആളുകൾ പറയും ഈ വീട്ടിൽ ചെന്ന് കേറിയ അന്ന് മുതൽ നശിച്ചു, പിന്നെ ഒരു ബർക്കത്തുമില്ല, എന്തിന് പുറപ്പെട്ടാലും നാശം തന്നെയുള്ളൂ. അങ്ങനെ ചില വീടുകൾക്കൊക്കെ ഉണ്ടാകാം. ഇത് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പല ആളുകൾക്കും ഇപ്പോൾ ഒരു ആശങ്കയാണ് ഈ കന്നിമൂല എന്ന് പറയുന്ന ഒരു സംഗതി. കുറെ ആളുകൾ ചോദിക്കും, ഇസ്ലാമിൽ കന്നിമൂല ഉണ്ടോ ഉസ്താദേ? എത്ര ആളുകളുടെ സംശയം എന്നറിയാം, കന്നിമൂല ഉണ്ടോ? കന്നിമൂല എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? കന്നിമൂല എന്ന് പറഞ്ഞത്, കന്നിമൂല എന്ന് പറഞ്ഞാൽ ഈ പടിഞ്ഞാറിലെ തെക്കേ മൂലക്കാണ് കന്നിമൂല എന്ന് പറഞ്ഞാൽ. ഇതില്ലാത്ത വീടുണ്ടോ? എല്ലാ വീട്ടിലും ഉണ്ടാവില്ല ഈ മൂല എന്ന് പറയുന്നത്. അപ്പൊ കന്നിമൂല എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ എന്താ പ്രത്യേകത? ഈ കന്നിമൂലക്ക് ഇങ്ങനെ ഒരു ആധികാരികത കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കന്നിമൂലയിൽ ബാത്റൂം വരാൻ പാടില്ല, അടുപ്പ് വരാൻ പാടില്ല, കിണർ വരാൻ പാടില്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. എന്നാൽ ഇതിനൊക്കെ ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. എന്ന് കരുതി നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ എന്നർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ആയത്തും ഹദീസും ഉള്ളതനുസരിച്ച് മാത്രം വിശ്വസിക്കാൻ നിന്നാൽ പാരസെറ്റാമോൾ നമ്മൾ കുടിച്ചാൽ നമുക്ക് പനി മാറും. ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതുകൊണ്ട് ഇപ്പൊ പനി മാറില്ല. സുന്നമാക്കി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, അത് കുടിച്ചാൽ വയറിളകും. അത് കുടിച്ചാൽ എല്ലാവർക്കും അറിയാം. അതിനെന്താ ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് വയറിളകൂല എന്ന് വിചാരിച്ച് കുത്തിരുന്നാലോ? കുടിച്ചാല് വയറിളകൂലേ? ഉറപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, കുറെയൊക്കെ നമ്മുടെ അനുഭവജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും. അതിന് ആയത്തും ഹദീസും നോക്കിയാൽ ഉണ്ടാവില്ല. നമ്മൾ കുഴമ്പ് തേച്ചാൽ പ്രിയപ്പെട്ടവരെ വേദന മാറും. ചില ഗുളിക കുടിച്ചാൽ രോഗം മാറുന്ന നമ്മൾ കഴിക്കുന്ന ഗുളികൾ കണ്ടില്ലേ? ഏതെല്ലാം ഗുളികകളാണ്. ഈ മെഡിസിൻ കഴിച്ചാൽ രോഗം മാറുമെന്ന് ആയത്തിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ എന്ന് കരുതി അങ്ങനെ ഒരു സത്യം നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അത് അനുഭവജ്ഞാനമാണ്. ചില അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ഇതുപോലെ വീടിന്റെ ഈ കന്നിമൂലകളിലൊക്കെ ഇതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത വീട്ടുകാർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ പറയും അത് വേണ്ട. എന്തിനാണ് ശങ്കയുള്ള ഇത്തരം സംശയത്തിന് ഇടവരുത്തുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് ദൂരീകരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞില്ലേ, ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ രോഗസന്ദർശനം നടത്താമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് അഭിപ്രായപ്പെട്ടു. അപ്പൊ പറഞ്ഞു, നബിയെ, ശനിയാഴ്ച രോഗം കാണാൻ പോയാൽ അത് മൂർച്ഛിക്കുമെന്നും അത് കൂടുതലാകുമെന്നും ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എങ്കിൽ ആ വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ട് ശനിയാഴ്ച നമുക്ക് പോകണ്ട, അല്ലാത്ത ദിവസത്തിൽ പോകാം. ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഉത്കൃഷ്ടനായ ശാഫിഈ മദ്ഹബിലെ ആധികാരികമായ ശബ്ദമാണ് ഇമാം ശർവാനി റളിയല്ലാഹു അൻഹു. അപ്പൊ ജനങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇപ്പൊ കന്നിമൂലയിൽ കക്കൂസ് വേണ്ട എന്ന പൊതുവായ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഖുർആനിലുണ്ടോ ചോദിച്ചാൽ ഇല്ല, ഹദീസിലുണ്ടോ ചോദിച്ചാൽ ഇല്ല. ഖുർആനിലും ഹദീസിലുള്ളത് മാത്രമേ അംഗീകരിക്കൂ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ വർജിക്കേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഉണ്ടാക്കണമെന്ന ഒരു നിർബന്ധവും ഇല്ലല്ലോ. ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് പൊതുവായി ജനങ്ങൾ പറഞ്ഞു വരുന്ന ഈ കാര്യങ്ങളെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടില് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞ് കൂട്ടി വായിക്കേണ്ട ആവശ്യമില്ല. വിശ്വാസം ഒഴിവാക്കാൻ നല്ലതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട്
ഒരു സഹാബി പറയുകയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇന്നാ കുന്നാ ഫീ ദാരിൻ കസീറുൻ ഫീഹാ അദദുനാ വകസീറുൻ ഫീഹാ അംവാലുനാ ഫതഹവ്വൽനാ ഇലാ ദാരിൻ ഉഖ്റാ. ഞങ്ങൾ പഴയ കാലത്ത് ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. അവിടെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആൾബലമുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ വേറെ ഒരു വീട്ടിലേക്ക് മാറി താമസിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായി രോഗികളായി മരിച്ചൊടുങ്ങാൻ തുടങ്ങി. ഞങ്ങളുടെ സമ്പത്തുകൾ കുറഞ്ഞു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വീടിനെ കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദറുഹാ ഫഹിയ ദമീമാ. ആ വീടങ്ങ് ഒഴിവാക്കിയേക്ക്, അത് ശകുനം പിടിച്ച വീടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൽ കണ്ടില്ല രണ്ട് കൈ, വലത്തെ കൈ ഇടത്തെ കൈ ഒരുപോലെയാണ്. അല്ല, രണ്ടിന്റെ കൈ എന്നല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? വലത്തെ കൈയിന്റെ ഈ ഒരു കരുത്തും ആരോഗ്യവും ഇടത്തെ കൈയിന് കിട്ടൂല. വലത്തെ കാലിന്റെ ആരോഗ്യം ഇടത്തെ കൈയിന് കിട്ടൂല. നമ്മൾ ഉദ്ദേശിച്ച ഒരു പോയിന്റ് ലക്ഷ്യം വെച്ച് നമ്മൾ ഇതുകൊണ്ട് എറിഞ്ഞാൽ അവിടെ തട്ടും. ഇടത്തെ കൈ കൊണ്ട് എറിഞ്ഞാൽ വാപ്പാൻ ഉദ്ദേശിച്ച ഉമ്മാനെത്തും, മാങ്ങാൻ ഉദ്ദേശിച്ച ചക്കയെ തട്ടും. ഈ രൂപത്തിലാണ് ഇത് പോവുക. കാരണം ഇതിന് ബാലൻസ് ഇല്ല. ഇത് രണ്ടും നമ്മുടെ കൈയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ചിലതിന് മറ്റു ചിലതിനേക്കാൾ അള്ളാഹു സ്ഥാനവും ബഹുമാനവും കൊടുത്തിട്ടുണ്ട്. ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. അത് എല്ലാ മേഖലയിലുമുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, വീടിലുണ്ട്, നാടിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ പറ്റുന്നത് ഏത്, പറ്റാത്തത് ഏത് എന്ന് വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില വീടുകൾ ശകുനമുള്ള വീടാണ്, ബറക്കത്തില്ലാത്ത വീടാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കാരണം പറഞ്ഞത്, ആ വീട്ടിൽ നിന്ന് പള്ളിയിലെ ബാങ്ക് കേൾക്കൂല, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ഇഖാമത്ത് കേൾക്കൂല. ആ വീട് ശകുനം പിടിച്ച ബറക്കത്തില്ലാത്ത വീടാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബറക്കത്തുണ്ടാകാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. പറയാൻ സമയമില്ല, ഇപ്പൊ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതിലൊന്നാമത്തെ കാര്യം അല്ലാഹുവിൽ വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതവും നയിക്കുക. അത് തന്നെയാണ് ബറക്കത്തുണ്ടാകാൻ ഏറ്റവും നല്ല വഴി. ഖുർആൻ പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി. സൂറത്തുൽ അറാഫിന്റെ 96ാമത്തെ സൂക്തത്തിലാണ് അല്ലാഹു പറയുന്നത്, ഒരു നാട്ടുകാർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്താൽ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഞാൻ അവർക്ക് മീതെ ബറക്കത്ത് ഇങ്ങനെ ചൊരിച്ചുകൊണ്ടേയിരിക്കും. ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി. ആകാശഭൂമികളിൽ നിന്ന് ഞാൻ അവർക്ക് മീതെ ബറക്കത്തിന്റെ വാതിലുകൾ ഞാൻ തുറന്നു കൊടുക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ഖുർആൻ പറയുന്നു. നമ്മളൊരു കാര്യം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും പ്രിയപ്പെട്ടവരെ ബിസ്മി ചൊല്ലി കൊടുക്കുക, ബിസ്മി ചൊല്ലി വാങ്ങുക. ഇത് വലിയ ബറക്കത്തുണ്ടാകുന്നതിന്റെ ഒരു നിമിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലു അംറിൻ ദീ ബാലിൻ ലം യുബ്തദ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ബിസ്മി ചൊല്ലാതെ തുടങ്ങിയ ഏതൊരു കാര്യവും അതിൽ ബറക്കത്തുണ്ടാവുകയില്ല. അത് കുഷ്ഠം പിടിച്ച കൈ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ നാമം ചൊല്ലി ബിസ്മില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ എന്തൊരു ഇടപാട് നടത്തിയാലും പ്രിയപ്പെട്ടവരെ അതിൽ ബറക്കത്തുണ്ടാകും. അത് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും. അതിനേക്കാൾ ഉപരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനസ്സിന്റെ സംതൃപ്തിയാണ്. നമ്മളൊരു ജോലിക്കാരന് കൂലി കൊടുക്കുകയാണെങ്കിൽ വളരെ സംതൃപ്തിയോടുകൂടെ കൊടുക്കുക. അത് കൂടുതലായാലും കുറവായാലും പ്രിയപ്പെട്ടവരെ സംതൃപ്തിയോടുകൂടെ വാങ്ങുക. പ്രത്യേകിച്ച് കച്ചവടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖാ. ഒരു സദസ്സിൽ വെച്ച് കച്ചവടം നടത്തുമ്പോൾ ആ സദസ്സ് വേർപിരിയുന്നത് വരെയും അത് വേണ്ടെന്നോ വേണമെന്നോ വെക്കാനുള്ള ഖിയാർ, ഇഷ്ടം നിങ്ങൾക്കുണ്ട്. അത് ഏതൊരു കച്ചവടക്കാരനും വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും ഉള്ള ഒരു സ്വാതന്ത്ര്യമാണ്.
എന്നിട്ട് പറഞ്ഞു ഫൈൻ സദഖാ വബയ്യന, സത്യസന്ധമായി ഒരു കാര്യത്തിന്റെ നിജസ്ഥിതി വ്യക്തമാക്കിയാണ് രണ്ടുപേരും ഇടപാട് നടത്തുന്നതെങ്കിൽ ബൂരിക്കലഹുമാ ഫീ ബൈഇഹിമാ, അവരുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ട്. വഇൻ കദബാ വകതമാ, ഐബുകൾ മറച്ചു വെച്ചും കളവ് പറഞ്ഞുമാണ് ഇടപാട് നടത്തുന്നതെങ്കിൽ മുഹിക ബറക്കത്തു ബൈഇഹിമാ, ആ കച്ചവടത്തിലെ ബറക്കത്ത് എടുത്തു കളയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈമാനും തഖ്വയിലും അധിഷ്ഠിതമായി ജീവിക്കുക. പഴയ ആളുകൾ പറയാറുണ്ടല്ലോ, സുബഹി നിസ്കരിച്ചാൽ പിന്നെ അന്നെന്ത് നഹ്സാണെന്ന്. അത് വളരെ യാഥാർത്ഥ്യമാണ്. സുബഹി നിസ്കരിച്ചാൽ പിന്നെന്ത് നഹ്സാണ് എന്ന് പറയാറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വല്ല സ്വലാത്തസ് സുബ്ഹി ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, സുബഹി നിസ്കരിച്ചാൽ പിന്നെ അവൻ അല്ലാഹുവിന്റെ കസ്റ്റഡിയിലാണ്, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്, അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ സമയത്ത് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നു, അല്ലെങ്കിൽ സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് കിടന്നുറങ്ങുന്നു. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവന്റെ ചെവിയിൽ പിശാച് മൂത്രം ഒഴിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ ഉമ്മത്തിന് ബറക്കത്ത് വിതരണം ചെയ്യുന്നത് അവരുടെ പ്രഭാത സമയത്തിനാണ്. അത് ഏറ്റുവാങ്ങാൻ നമ്മൾ ഉണർന്നിരിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? ആ സമയത്ത് ഉറങ്ങിപ്പോയാൽ അള്ളാഹുവിന്റെ ബറക്കത്ത് എങ്ങനെയാണ് ലഭിക്കുക? അപ്പൊ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും, യാത്ര പോകുമ്പോഴും, കച്ചവടത്തിൽ നീങ്ങുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രഭാത സമയം നമ്മൾ ഓണായിരിക്കണം. അപ്പോൾ ഉറങ്ങാൻ പാടില്ല, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ പാടില്ല. ആ ദിവസം നമുക്ക് പിന്നെ ഒരു ബറക്കത്തുമില്ല. നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ശരി. അപ്പൊ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.